ഒരു 1.5 വർഷത്തെ ചർച്ചയ്ക്ക് ശേഷം 4, 3, 7 പേര് കൂടി നടന്ന ഒരു ഗെറ്റ് ടുഗദറിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. നിങ്ങളപ്പോൾ വിചാരിക്കും നമ്മളാകെ 6 പേരേ ഉള്ളൂ എന്ന്. അല്ല കേട്ടോ, നമ്മളൊരു 10-15 പിള്ളേരുണ്ട് നമ്മുടെ +2 ഗ്രൂപ്പിൽ. ഒരു 1.5 വർഷത്തിന് മേലെയായി അതിലൊരു ഗെറ്റ് ടുഗദർ വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. ഇതുവരെ നടന്നിട്ടില്ല. അവസാനം നടന്നത് ഞങ്ങൾ ഈ 6 പേര് വെച്ചിട്ടാണ്. ഞങ്ങൾ 6 പേരേ ഉള്ളൂ എങ്കിലും ഞങ്ങൾ സംഭവം എന്തായാലും നന്നായി കളറാക്കിയിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ എത്താൻ വേണ്ടി പ്ലാൻ ചെയ്താണെങ്കിലും ഞങ്ങൾ എത്താൻ എന്തായാലും ഉച്ചയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ പോയത് നെഹ്ദിക്കാൻ കേട്ടോ. ആദ്യം വയറ് നിറയ്ക്കാം. ഞങ്ങളെല്ലാവരും ഒരേ മനസ്സിൽ ചിന്തിക്കുന്നതായതുകൊണ്ട് ഞങ്ങൾ നേരെ നെഹദിക്ക് തന്നെ വിട്ടു. പണ്ടും ഞങ്ങൾ ഭയങ്കര ഷെയറിങ് ആയിരുന്നു കേട്ടോ. ഓരോരുത്തരുടെ ചോറ്റുപാത്രം തുറക്കുന്നതും പലരുടെ കയ്യും അതിൽ വന്ന് വീഴുന്നതായിരുന്നേ. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ ഷെയർ ചെയ്താണ് ഫുഡ് കഴിച്ചതേ. നമ്മുടെ മന്തിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ പെരി പെരി അൽഫാമായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ വേഗം അതെടുത്ത് എൻ്റെ പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊട്ടി പോലും എനിക്ക് കാണാൻ കിട്ടില്ല. പിന്നെ എടപ്പാളെത്തിയ അവസാനം നമ്മൾ എത്തിപ്പെടുന്നത് നമ്മുടെ തറവാട്ടിലാണ്. അവിടെ തന്നെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയാലോ നമുക്ക് ആദ്യം വാഷ്റൂമിൽ പോകണം. അവിടെ പോയൊന്ന് റെഡി ആയാലേ പിന്നെ ഒരു സുഖം ഉണ്ടാവും. കാണുന്നവർക്കല്ലേ എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായം. പക്ഷെ എനിക്ക് ഇതൊരു ഭാരമായിട്ടാ തോന്നണേ. വീട്ടിലെല്ലാവർക്കും ഇങ്ങനെയാ. അമ്മയ്ക്കാണെങ്കിൽ ഉപ്പൂറ്റി വരെ മുടിയുണ്ട്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഏതെങ്കിലും ഡ്രസ്സിൻ്റെ ഷോപ്പിക്കാണ് കേട്ടോ പോവുക. ഇതൊന്നും വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കല്ല. പക്ഷെ അവിടെ ചെന്ന് ഇതൊക്കെ ഒന്ന് കണ്ടാലേ നമുക്കൊരു മനസ്സുഖം കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണ്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇത് ജിസ്നയുടെ മോളാണ്. ഇവളെന്നോട് വന്നിട്ട് ചോദിക്കുക, നിങ്ങളെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ. എന്നോട് ആദ്യമായിട്ടാണ് വന്നിട്ട് നിങ്ങളെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഒരാൾ ചോദിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എന്നെ ആകെ നാണം വന്നുപോയി. ഇവളോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്ന നാണാണ്ട് ഇവളുടെ ഈ മുഖത്ത്. മന്തി കഴിച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും ക്ഷീണമായിരുന്നു കേട്ടോ. പകുതി ആൾക്കാർ കെടുപ്പൊക്കെ തുടങ്ങി. നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയിലും ഫോണിൽ തോണ്ടിയിരിക്കുന്ന ഒരു സംഗതി എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ഇവളാണ് കേട്ടോ ഇവളാണെങ്കിലും ആ നെഹദീന്ന് എന്തൊക്കെയോ പൊതിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിരുന്ന് കഴിക്കാം. പിന്നെ ഞങ്ങളൊരു അൺഎക്സ്പെക്റ്റഡ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെന്നിരുന്നതാണ്. പ്ലാൻ ചെയ്തിരിക്കുകയെന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ലല്ലോ. പക്ഷെ വീഡിയോ എടുക്കുന്നതിന് ലേറ്റ് നമ്മൾ ചതിച്ചു കേട്ടോ. അങ്ങനെ ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതൊക്കെ കഴിഞ്ഞ് അപ്പുറത്ത് പോയി ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു സെൽഫി വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ സെൽഫി എടുക്കാമെന്ന് വിചാരിച്ച് ഓടി വന്നതാണ്. പാവം അങ്ങ് ചമ്മിപ്പോയി. കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനം പറയും, കുറച്ച് പേരെ ഇവിടെ നിന്ന് വർത്താനം പറയും. അങ്ങനെ ഒരുപാട് നേരത്തെ വർത്താനത്തിന് ശേഷം ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. സത്യം പറയും, ഇവരെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം തന്നെ വിട്ടുപോയി. അപ്പോൾ ഓക്കെ, ബൈ.